ഞാൻ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ എന്നെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? ഇനിയും ആർക്കും ഒരു ഉപകാരവും ചെയ്യില്ല എന്നുപോലും ചിന്തിച്ചിരിക്കുകയാണോ? മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ശരി വേണ്ട എന്ന് വെക്കുന്നത് ശരിയല്ല, ഓർത്തോണം. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും ചൊവ്വായി തോന്നാമെങ്കിലും മനുഷ്യൻ്റെ വഴികളും ദൈവത്തിൻ്റെ വഴികളും തമ്മിൽ വലിയ അന്തരമുണ്ട്. വചനം പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാകുന്നു. അവിടുത്തെ കാൽ ചുവടുകളെ പിൻപറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സദൃശ്യവാക്യം 16-ാം അധ്യായം നമ്മൾ പഠിച്ചു തുടങ്ങി. 7 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം ആണല്ലോ നാം കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ ആരംഭിച്ചത്. 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇന്ന് 7-ാം വാക്യം മുതൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആ ഭാഗം നിങ്ങൾ എടുത്താൽ ഞാനത് വായിക്കാം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. എന്താണ് ഇവിടുത്തെ അർത്ഥം? ഈ വാക്യം പലപ്പോഴും എന്നെ അതിശയിപ്പിക്കാറുണ്ട്. ഞാൻ പ്രവർത്തിച്ചത് ശരിയായ കാര്യമായിരിക്കുമ്പോൾ തന്നെ എനിക്കെന്തുകൊണ്ട് ചില ശത്രുക്കൾ ഉണ്ടായി എന്ന ചിന്തയാണ് എന്നെ ശല്യപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ എവിടെയാണ് തെറ്റിയത് എന്ന് ഞാൻ വ്യാകുലപ്പെട്ടിട്ടുണ്ട്. ഇതേക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്താണ് എന്ന് ഞാൻ പഠിച്ചു. താങ്കളുടെ വഴികൾ യഹോവയ്ക്ക് പ്രസാദമാണെങ്കിൽ താങ്കൾക്ക് ശത്രുക്കളൊന്നും ഉണ്ടായിരിക്കയില്ല എന്നാണോ ഇവിടുത്തെ അർത്ഥം? അതാണ് വാസ്തവമെങ്കിൽ ആദ്യം ദൈവത്തിന് ഒരു ശത്രുവും ഉണ്ടായിരിക്കരുതല്ലോ. എന്നാൽ ദൈവത്തിന് ഒരു ശത്രുവുണ്ട്, നമുക്കെല്ലാം അറിയാമത്. ഈ വാക്യത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ വഴികൾ യഹോവയ്ക്ക് പ്രസാദമാണെങ്കിൽ നിങ്ങളുടെ ശത്രു ഒരുപക്ഷെ നിങ്ങളെ വെറുത്തു എന്ന് വന്നേക്കാം. എന്നാൽ രസകരമായ കാര്യം എന്തെന്നാൽ, കാര്യങ്ങളൊക്കെ തണുക്കുമ്പോൾ ഈ എതിർത്തവർ തന്നെ പറയും, ദൈവം നിങ്ങളെ ഉപയോഗിക്കുകയാകുന്നു എന്ന്. അത് എത്ര പ്രധാനപ്പെട്ട കാര്യമാകുന്നു, എത്ര ആശ്വാസകരമായ ഒരു വാക്യമില്ലേ? പലപ്പോഴും ഈ വിഷയത്തിൽ നാം ആകുല ചിത്തരായി തീർന്നിട്ടില്ലേ? എന്നാൽ മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ നാം ഒരിക്കലും ഭാരപ്പെടേണ്ടതില്ല. കാരണം ദൈവം അതും നന്മയ്ക്കാക്കി തീർക്കുവാൻ മതിയായവനാണ്. 8-ാം വാക്യം എടുത്താട്ടെ. 8-ാം വാക്യം. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ള അല്പം നല്ലത്. എങ്ങനെങ്കിലും വാരിക്കൂട്ടുവാൻ തത്രപ്പെടുന്ന മനുഷ്യൻ ഇത് പലപ്പോഴും ഓർക്കാറില്ല. ആദ്യം ആദർശത്തിലൊക്കെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കും. വരവ് നല്ലതെന്ന് കാണുകയും അതിൽ അങ്ങ് ആസക്തി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പിന്നെ ആദർശമൊക്കെ വലിച്ചെറിയും. ഊടിലും ഉറക്കത്തിലും പണമുണ്ടാക്കുന്നത് മാത്രമായിരിക്കും ചിന്ത. നീതിയോടുള്ള അല്പം നല്ലത് എന്ന് മനുഷ്യർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. 11-ാം വാക്യം. ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ, സഞ്ചിയിലെ പടിയൊക്കെയും അവൻ്റെ പ്രവൃത്തിയാകുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, കച്ചവടക്കാർക്കുള്ള ഗുണദോഷമാകുന്നു ഈ പറയുന്നത്. നാം വാങ്ങുകയോ വിൽക്കുകയോ എന്തെങ്കിലും ഉണ്ടാക്കുകയോ സേവനം വാഗ്ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ളത് എന്തെന്നും ശരിയല്ലാത്തതെന്തെന്നും നമുക്കറിയാം.
ചിലപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിനോ നമുക്ക് തന്നെ ഉയർച്ച ഉണ്ടാക്കുന്നതിനോ ഉള്ള സമ്മർദ്ദത്തിൽ നാം തെറ്റായി പ്രവർത്തിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തെ അനുസരിക്കുവാനാകുന്നു നാം ആഗ്രഹിക്കുന്നതെങ്കിൽ പകുതി ശരിയും പകുതി തെറ്റും എന്നൊന്നില്ല. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ദൈവം ശരിയാണ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. തെറ്റായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ പൊതിയുവാൻ നാം എത്രമാത്രം ന്യായീകരിച്ചാലും സാധിക്കില്ല. ശരി മാത്രം പ്രവർത്തിക്കുന്നത് എപ്പോഴും എളുപ്പമല്ല. എന്നാൽ അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ശരി, അത് മനസാ വാച കർമ്മണ ശരിയായിരിക്കണം. നിരന്തരം ശരിയായിട്ടുള്ളത് പ്രവർത്തിക്കുവാനുള്ള ധൈര്യത്തിനും വിവേചന ശക്തിക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അത് നമുക്ക് വളരെ ആവശ്യമാണ്. ഇനി 18-ാം വാക്യത്തിലേക്ക് വരാം. 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ. ഗർവികളായ ആളുകൾ തങ്ങളുടെ, അതായത് നിഗളികൾ, തങ്ങളുടെ ബലഹീനതയെ ഗണ്യമാക്കുകയില്ല. അവർ തട്ടി വീഴുവാൻ സാധ്യതയുള്ള രംഗങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല. അത് കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. സാധാരണ ആളുകളുടെ ബലഹീനതകളിൽ നിന്നെല്ലാം തങ്ങൾ ഉയർന്നിരിക്കുന്നു എന്നാണ് അവരുടെ ഭാവം. ഇത്തരത്തിലുള്ള ചിന്തയാൽ അവർ വേഗത്തിൽ വീണുപോകുന്നു. തങ്ങളുടെ പ്രശ്നം അഹങ്കാരമാകുന്നു എന്ന് അഹങ്കാരികൾ മിക്കപ്പോഴും ഗ്രഹിക്കുന്നില്ല. എന്നാൽ അവർക്ക് ചുറ്റുമുള്ള സകലരും അതറിയും. ഈ കാര്യത്തിൽ അവരുടെ കണ്ണ് കുരുടാക്കപ്പെട്ടിരിക്കുകയാണ്. അഹങ്കാരം അന്ധതയാണ്. വീണ് കഴിയുമ്പോൾ മാത്രമേ അത് മനസ്സിലാകൂ. പലരും വീണാലും മനസ്സിലാക്കില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം. ജീവിതത്തിലെ മുന്നറിയിപ്പുകളെ കാണാതെ വണ്ണം സ്വയസംതൃപ്തി താങ്കളുടെ കണ്ണുകളെ കുരുടാക്കിയോ എന്ന് താങ്കൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആരോടെങ്കിലും, താൻ വിശ്വസിക്കുന്ന ആരോടെങ്കിലും ചോദിക്കുന്നത് നല്ലതാണ്. വിശ്വസിക്കാവുന്ന ആരോടെങ്കിലും ചോദിക്കണം. ജീവിതത്തിലെ മുന്നറിയിപ്പുകളെ കാണാതെ വണ്ണം സ്വയസംതൃപ്തി കണ്ണുകളെ കുരുടാക്കിയ ആ അവസ്ഥ വീഴുന്നതിൽ നിന്നും താങ്കളെ ഈ പറഞ്ഞ നല്ല മനുഷ്യർ രക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് മാത്രമേ അത് സാധിക്കൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ അഹങ്കാരമെന്ന അന്ധത ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ അനുവദിക്കരുത്. ദൈവവചനം അനുസരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതൽ ഒരിക്കലും അതുകൊണ്ട് മുൻപോട്ട് പോകുകയില്ല. അഹങ്കാരം കൊണ്ട് മുൻപോട്ട് പോകുകയില്ല. അങ്ങനെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അത് സ്പർശിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകുവാൻ ദൈവ പൈതൽ പ്രത്യേകം ആഗ്രഹിക്കും. നിഗളത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ. കുടുംബത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ നമ്മുടെ മക്കളെക്കുറിച്ചോ ഇനിയും ആത്മീയതയെക്കുറിച്ചോ താങ്കൾ അഹങ്കരിക്കരുത്. പ്രാർത്ഥനാ ജീവിതം ശരിക്കുമുണ്ടെങ്കിൽ അഹങ്കാരം അകന്നു നിൽക്കും. 19-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. അതെ, ദൈവം വെറുക്കുന്ന അഹങ്കാരത്തെക്കുറിച്ച് ഇവിടെ ഇതാ വീണ്ടും ഒരു ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അഹങ്കാരമാകുന്നു എന്ന് നാം നേരത്തെ കണ്ടു. പ്രധാന ദൂതനെ സാത്താനായി താഴ്ത്തിക്കൊണ്ടുപോയത് ഈ അഹങ്കാരമാകുന്നു. അവൻ ലൂസിഫർ, അരുണോദയ പുത്രനായിരുന്നു. ഒരുപക്ഷെ അവനിൽ പാപം കാണുന്നത് വരെ ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ സൃഷ്ടി അവനായിരുന്നിരിക്കും. എന്തായിരുന്നു ആ പാപം? തന്നെ തന്നെ ദൈവത്തെക്കാൾ ഉയർത്തുവാൻ ശ്രമിച്ചതായ അഹങ്കാരം. അവൻ അതിന് ശ്രമിച്ചത് അവൻ ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഉന്നതനായ സൃഷ്ടിയും സ്വതന്ത്രമായി ഇച്ഛാശക്തി ഉള്ളവനും ആയിരുന്നു എന്നതുകൊണ്ടായിരുന്നു. അവന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ, സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ കഴിവ് ദൈവം നൽകിയിരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ചിലതിൽ ദൈവം നൽകിയിട്ടുള്ള അപകടകരമായ ഒരു ആയുധമാണ് ഈ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ്. ചില സൃഷ്ടികൾ തങ്ങളുടെ സഹജവാസന അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ചില പക്ഷികളുണ്ടല്ലോ, കാലാവസ്ഥ അനുസരിച്ച് ഓരോ ദിക്കുകളിലേക്ക് പറന്ന് പോകുന്നത് കണ്ടിട്ടില്ലേ? അവർ ദേശാടന പക്ഷികളാണ്. അവർ എപ്പോഴും അത് ചെയ്യുന്നു. അവ സഹജവാസനയാൽ സഞ്ചരിക്കുന്നു. എന്നാൽ മനുഷ്യർക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വതന്ത്രമായ ശക്തിയുണ്ട്. മഞ്ഞുകാലത്ത് അവൻ തണുപ്പുള്ളയിടത്തും
ചൂടുകാലത്ത് ചൂടുള്ള സ്ഥലത്തും ജീവിക്കുവാൻ അവന് കഴിയും. എന്നാൽ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ള ആ സ്ഥാനത്ത് അഹങ്കാരത്തിൻ്റെയും ദൈവത്തോടുള്ള മറുതലിപ്പിൻ്റെയും സാധ്യതയുണ്ട് എന്ന് മറക്കരുത്. ഒരു മെഷീൻ പോലെ പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇത് നാം തന്നെ തീരുമാനമെടുക്കണം. അപ്പോൾ മറുതലിപ്പിൻ്റെ ആ സാധ്യത, ഈ അഹങ്കാരത്തെ ഉദാഹരിക്കുന്ന അനേകം ഉദാഹരണങ്ങൾ തിരുവചനത്തിലുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ തന്നെ ഹാമാനെ നാം കാണുന്നു. യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ. അബ്ശാലോം ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാകും. തൻ്റെ പിതാവായ ദാവീദിനോട് അവൻ മറുതലിക്കുന്നത് ശ്രദ്ധിച്ചാലും മല്ലനായ ഗോല്യാത്ത് ഈ അഹങ്കാരത്തിൻ്റെ വേറൊരു ഉദാഹരണമാണ്. എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞത്? ആഹാബ് രാജാവ് അഹങ്കാരത്തിൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതെ, അഹങ്കാരം നശിപ്പിക്കുന്നതാണ് അഹങ്കാരം. 20 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഞാൻ 20 മുതൽ 24 വരെ വായിക്കാം. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും. അധര മാധുര്യം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവൻ്റെ ഉറവാകുന്നു. ഭോഷന്മാരുടെ പ്രബോധനമോ ഭോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവൻ്റെ വായ് പഠിപ്പിക്കുന്നു, അവൻ്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഇമ്പമുള്ള വാക്കുകൾ, എന്തെങ്കിലും നല്ലത് കേൾക്കുവാനാണ് നാം എല്ലാം ആഗ്രഹിക്കാറുള്ളത്. നമ്മുടെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മോശമായതാണ്. കൂടുതൽ ആളുകൾ തിരുവചനം വായിക്കുന്നില്ല എന്നത് എത്രയോ മോശമായ കാര്യമാണ്. ബൈബിൾ സുവാർത്തയാൽ നിറഞ്ഞിരിക്കുന്നു. അതാണല്ലോ സുവിശേഷം, നല്ല വാർത്ത. നാം അത് ഇമ്പമുള്ള വാക്കുകളാൽ പറയുവാൻ പഠിക്കണം. നമ്മുടെ വാക്കുകളെ തേൻകട്ടകൾ ആക്കുവാൻ കഴിയുന്നത് എത്ര മനോഹരമാണ്. എല്ലാവരും അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. തേൻകട്ടകളാകുന്ന വാക്കുകൾ, ഓരോ ദൈവവൈതലിനും അത് സാധിക്കണം. 25-ാം വാക്യത്തിൽ, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ഈ വാക്യം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ചിന്തിച്ചതാണ്, ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇത് ആവർത്തിച്ചിരിക്കുന്നത്? ഇത് നാം കാണാതെ പോകരുത്, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ആവർത്തനം പ്രാധാന്യത്തെ കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. 26-27 വാക്യങ്ങൾ, പണിക്കാരൻ്റെ വിശപ്പ് അവനെക്കൊണ്ട് പണി ചെയ്യിക്കുന്നു, അവൻ്റെ വായ അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു, അവൻ്റെ അധരങ്ങളിൽ കത്തുന്ന തീ ഉണ്ട്. ജോലി എത്ര പ്രയാസമുള്ളതാണെങ്കിലും ആവശ്യത്തിൻ്റെ മുഖത്ത് നാം അത് ചെയ്യും. അതില്ലാതെ കഴിയാമെന്നുണ്ടെങ്കിൽ നാം 100 ഉപാധികൾ നിരത്തും. നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഗൗരവവും ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് എത്ര ഗൗരവത്തോടു കൂടി നാം ഓരോന്നിനെ വീക്ഷിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നാം അത് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. 27-ാം വാക്യം, നിസ്സാര മനുഷ്യൻ പാതകമെന്ന കുഴി കുഴിക്കുന്നു, അവൻ്റെ അധരങ്ങളിൽ കത്തുന്ന തീ ഉണ്ട്. ഇതിന് യോജിക്കുന്ന ആരെയെങ്കിലും താങ്കൾ അറിയാതിരിക്കില്ല. ഇവിടെ വന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നാരത് പറഞ്ഞു എന്ന് കൊട്ടിഘോഷിക്കുന്ന നിസാരൻ, അവൻ്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്, സൂക്ഷിക്കണം. നാം നമ്മുടെ നാവും അധരങ്ങളും വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നാം ഒരിക്കലും മറ്റുള്ളവരെക്കുറിച്ച് ദോഷമായത് പറഞ്ഞുണ്ടാക്കരുത്. നാം മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും ശ്രദ്ധിക്കണം. ഇടിച്ചു കളയുന്നതിനേക്കാൾ ഉപരി പണിയുവാൻ നാം പരിശ്രമിക്കണം. 28-ാം വാക്യം നോക്കിക്കാട്ടെ, വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. ചില ആളുകൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുന്നു എന്ന് നാം കണ്ടു. കേൾക്കുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ഏഷണികൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ അവിടെയും ഇവിടെയും പോയി ഓരോന്ന് പറഞ്ഞ് സ്നേഹിതരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ചിലരുണ്ട്. അവർ ചെയ്യുന്ന ഭോഷത്വത്തിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കുന്നില്ല. 31-ാം വാക്യത്തിൽ, നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. എന്തെങ്കിലും അസുഖം കൊണ്ട് തല നരച്ചതിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രായത്തെക്കുറിച്ചാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ദീർഘായുസ് ദൈവാനുഗ്രഹം കൊണ്ടാകുന്നു എന്നായിരുന്നു എബ്രായർ വിശ്വസിച്ചിരുന്നത്.
അതുകൊണ്ട് നരച്ച തലയും വാർദ്ധക്യവും നല്ലതാണ്. യുവജനങ്ങൾ തങ്ങളുടെ ആരോഗ്യത്തിൽ സന്തോഷിക്കുമ്പോൾ പ്രായമുള്ളവർ തങ്ങളുടെ ദീർഘായുസ്സിലും നീണ്ട വർഷങ്ങളിലെ അനുഭവ സമ്പത്തിലും സന്തോഷിക്കണം. പല പ്രായം ചെന്നവരും ഇതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം തങ്ങളുടെ അനാരോഗ്യത്തിൽ പിറുപിറുക്കുന്നതാണ് നാം കാണാറുള്ളത്. അത് പാടില്ല. തീർച്ചയായും ദൈവം തരുന്ന അവസരങ്ങളൊക്കെ പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ നാം പഠിക്കണം. ഏതവസരവും നമുക്ക് വളരെയധികം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങളാണ്. എല്ലാ സാഹചര്യത്തിലും ദൈവ പൈതലിനെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ദൈവം അറിഞ്ഞത് നമുക്ക് തരുന്നത്. 32-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. സ്വയനിയന്ത്രണം യുദ്ധത്തിൽ ജയിക്കുന്നതിനേക്കാൾ ഉന്നതമാണ്. തൊഴിലിലോ സ്കൂളിലോ വീട്ടിലോ ഉണ്ടായിട്ടുള്ള വിജയം മുഴുവൻ നശിപ്പിക്കുവാൻ പോരുന്നതാണ് ദേഷ്യപ്പെട്ട് സ്വയനിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ മുൻകോപമില്ലാതെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ വിജയമാണ്. പലർക്കും കോപം വളരെ മുൻപിലാണ്. കാര്യം അറിയുന്നതിന് മുൻപ് തന്നെ എല്ലാം എടുത്ത് ചാടി പറഞ്ഞിരിക്കും. പിന്നീടാണ് ഭോഷത്വം മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കോപം എന്ന് പ്രത്യേകം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറണം. എല്ലാ കാര്യത്തിലും സ്വയനിയന്ത്രണം നമുക്ക് വളരെ ആവശ്യമാണ്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ അനുവദിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വയനിയന്ത്രണം സാധ്യമാകുകയുള്ളൂ. ഈ 16-ാം അധ്യായത്തിലെ ഒടുവിലത്തെ വാക്യം 33-ാം വാക്യം, ചീട്ട് മടിയിലിടുന്നു, അതിൻ്റെ വിധാനമോ യഹോവയാലത്രേ. തൻ്റെ അഹങ്കാരത്താൽ ഹാമാൻ യഹൂദന്മാരുടെ നാശത്തിനുള്ള ദിവസം നിശ്ചയിക്കുവാൻ ചീട്ടിട്ടു. എന്നാൽ ദൈവം ഇടപെട്ട് തൻ്റെ ജനത്തെ വിടുവിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് യഹൂദന്മാരുടെ പുരീം ഉത്സവം എന്ന് നമുക്കറിയാം. വീണ്ടും ഞാൻ പറയട്ടെ, ദൈവത്തോടു കൂടി മുൻപോട്ട് പോകുന്നവരാകുന്നു ഭാഗ്യവാന്മാർ. ദൈവത്തോടെ കളിക്കുവാൻ ആർക്കും കഴിയില്ല, ചൂതാടുവാൻ നമുക്ക് കഴിയില്ല. ഇത് ദൈവത്തിൻ്റെ പ്രപഞ്ചമാണ്. ഇതെല്ലാം അവൻ്റെ മഹത്വത്തിനാണ്. ഇത് അവൻ്റെ ഉദ്ദേശത്തിനായിട്ടാണ്. അവനോട് യോജിക്കുവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? അവനോട് ചേർന്ന് പോകുവാനാണോ അതോ മറുതലിക്കുവാനാണോ താങ്കൾ താല്പര്യപ്പെടുന്നത്? താങ്കളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് മുൻപിൽ നിൽക്കേണ്ടത്. നാം അവനോടൊപ്പം നിന്നിരുന്നെങ്കിൽ, അവിടുത്തെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്രയെത്ര നന്നായിരുന്നു. അതുമാത്രമാണ് നമ്മെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഇനി നമുക്ക് 17-ാം അധ്യായത്തിൽ പ്രവേശിച്ച് 1-2 വാക്യങ്ങൾ കൂടി നോക്കാം. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. ഈ വാക്യം, ഈ സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തോട് വളരെ സാമ്യമുള്ളതാണ്. ദ്വേഷമുള്ളിടത്ത് തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളിടത്ത് ശാഖഭോജനം നല്ലത് എന്ന് നാം അവിടെ കണ്ടു. ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒരു മതപരമായ പ്രവർത്തനത്തെ ചിത്രീകരിക്കുന്നതാണ്. എന്നാൽ പ്രവർത്തനം എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനമാകണമെന്നില്ല. റിലീജിയസ് എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവികമാകണമെന്നില്ല. ഒരു സഭയിൽ വളരെയേറെ മീറ്റിങ്ങുകളും വളരെയേറെ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കാവുന്നതാണ്. എന്നും പരിപാടികൾ, എല്ലാ വിഭാഗത്തിനും ചേരുന്നവ. എന്നാൽ ഇവയെല്ലാം വളരെയേറെ ചിന്താക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കാവുന്നതുമാണ്. യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത കുറേ പരിപാടികൾ. ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കൊട്ടാരത്തിൽ നിൽക്കുന്ന ഏലിയാവിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ ചിന്തിക്കുന്നത്. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മതപരമായ പല പരിപാടികളും അതിൽ ഉൾപ്പെടും. എന്നാൽ യാതൊന്നും വാസ്തവത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിരുന്നില്ല. താൻ പറഞ്ഞല്ലാതെ ഇന്നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുവാൻ പോകുന്നില്ല എന്ന് ഏലിയാ പ്രവാചകൻ വളരെയേറെ ചങ്കൂറ്റത്തോടെ പറഞ്ഞു. ദൈവം തന്നെ അയച്ചതാണെന്നും താൻ ദൈവസന്നിധിയിൽ നിന്ന് വരുന്നു എന്നും താൻ വളരെ വ്യക്തമായി ആഹാബിനെ അറിയിച്ചു. ദൈവം ഇനിയും പറയാതെ മഞ്ഞും മഴയും ഉണ്ടാകുന്നില്ല, ദൈവം അടുത്തെങ്ങും പറയുവാനും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഏലിയാവ് അങ്ങ് നടന്നുപോയി. അവൻ എവിടേക്കാണ് പോയത്? അവൻ കെരീത് തോട്ടിങ്കൽ അവിടെ പോയി ഏറെ നാൾ ദൈവവുമായി തനിയെ സമയം ചെലവഴിച്ചു. ആ മരുഭൂമിയുടെ ശാന്തതയിൽ ദൈവം ഏലിയാവിനെ പരിശീലിപ്പിക്കുകയായിരുന്നു. സ്വസ്ഥതയോടുകൂടി ഒരു കഷണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത് എന്ന് നാം വായിച്ചു. അവന് ഭക്ഷണം ലഭിച്ചിരുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും സ്വസ്ഥതയോടുകൂടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച ആ സമയം
ദൈവം മോശയെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നു. അവനെ മിദ്യാന്യ മരുഭൂമിയിൽ കൊണ്ടുവന്നു. അവിടെ അവനെ പരിശീലിപ്പിച്ചു. മോശയ്ക്കും ഏലിയാവിനും സ്വസ്ഥതയോടുകൂടി ഉണങ്ങിയ അപ്പം ലഭിച്ചു. അതവർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് നമുക്കറിയാം. ഇടയ്ക്കിടെ വേറിട്ടുപോയി അല്പം തനിയെ സമയം ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. കർത്താവിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ കഴിയുന്ന അനുഗ്രഹീത അവസരം താങ്കൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഉണ്ടാകും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമുക്കെല്ലാം ഈ പറഞ്ഞതുപോലെ ശാന്ത സമയം ആവശ്യമാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നാം അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയുന്ന സമയങ്ങളാണത്. നമ്മുടെ ആത്മീയ ഉത്തേജനത്തിന് അവ വളരെ അത്യാവശ്യമാണ്. ഓരോ ദിവസവുമുള്ള ശാന്ത സമയം പ്രയോജനം ചെയ്യുമെന്ന് മാത്രമല്ല, വല്ലപ്പോഴും കൂടുതൽ സമയം അതിനായി മാറ്റിവെക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അങ്ങനെ മാറ്റിവെക്കുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമാകും. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് എപ്പോഴും അനുഗ്രഹമാണ്. ഞാൻ വീണ്ടും പറയട്ടെ, അതിനായി നാം സമയം മാറ്റിവെക്കണം. ഇനി 2-ാം വാക്യം കൂടി നോക്കാം. 17-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നാണം കെട്ട മകൻ്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും, സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വിശ്വസ്തനായ ഒരു ദാസൻ അവിശ്വസ്തനായ ഒരു മകനേക്കാൾ നല്ലതാണ്. താങ്കൾക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു ദാസൻ ഉണ്ടെങ്കിൽ അയാൾ ആശ്രയിക്കാൻ കൊള്ളാത്ത ഒരു മകനേക്കാൾ നല്ലവനാണ്. ഒരു മകനെ വിശ്വസിക്കുവാൻ കൊള്ളുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് അബ്രഹാമും അവൻ്റെ വിശ്വസ്ത ദാസൻ എലയാസാറിനെയും കുറിച്ചാണ്. അതേസമയം ദാവീദിനെക്കുറിച്ചും അവൻ്റെ മകൻ അബ്ശാലോമിനെക്കുറിച്ചും ഇവിടെ ചിന്തയുണ്ട്. തൻ്റെ ദാസൻ എലയാസാർ മാത്രമാണ് തൻ്റെ അനന്തരാവകാശിയെന്നും അതുകൊണ്ട് തനിക്കൊരു മകനെ വേണമെന്നും അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ഒരു മകനുള്ളത് വളരെ നല്ലതാണെന്ന് അബ്രഹാം ചിന്തിച്ചു. അതുകൊണ്ട് ദൈവം അവനൊരു മകനെ നൽകി. എന്നാൽ മകൻ വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവൻ അല്ല എങ്കിൽ അവൻ ദാവീദിൻ്റെ മകൻ അബ്ശാലോമിനെ പോലെ മത്സരിയാകുന്നു എങ്കിൽ ഒരു വിശ്വസ്തനായ ദാസൻ ഉള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അതാണ് ശലോമോൻ പറയുന്നത്. തന്നോടൊപ്പം നിന്ന അനേകം ആളുകൾ ദാവീദിനുണ്ടായിരുന്നു. അവൻ അബ്ശാലോമിനേക്കാൾ വിശ്വസ്തരായി അവരെ കണ്ടു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. എത്ര സത്യമായിട്ടുള്ള കാര്യമല്ലേ? നാണം കെട്ട മകൻ്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും, സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. ദൈവമക്കളായ നാം എത്രമാത്രം ജ്ഞാനത്തോടുകൂടി ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ സാധ്യതയുള്ള പരിജ്ഞാനത്തോടുകൂടി ജീവിക്കേണ്ടതുണ്ട് എന്ന കാര്യം മറക്കരുത്. ദൈവം നമുക്ക് അതുപോലെയുള്ള അവസരങ്ങൾ തരുമ്പോൾ ദൈവത്തെ കൂടുതൽ ആശ്രയിച്ച് അവനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് മുൻപോട്ട് പോകണം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനം ശ്രദ്ധിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. അർത്ഥവത്തായ സദൃശവാക്യങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ സഹായകമായ നിൻ്റെ വചനം ഞങ്ങൾക്ക് നീ തന്നതോർത്തു സ്തോത്രം. ഞങ്ങൾ കേട്ട വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ നിറഞ്ഞ് വരുവാൻ തക്കണം ഓരോരുത്തർക്ക് സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പണം സമ്പാദിക്കുവാൻ ഏതു മാർഗവും സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിൽ ന്യായരഹിതമായതൊന്നും വേണ്ട എന്ന് വയ്ക്കുവാൻ വലിയ ദൈവകൃപ ആവശ്യമായിരിക്കുന്നു. വിട്ടോടുവാൻ ദൈവത്തിൻ്റെ മനുഷ്യനോട് ബുദ്ധി ഉപദേശിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദ്രവ്യാഗ്രഹം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാണല്ലോ പ്രബോധനവാക്യം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം തന്നെ നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചും ആശ്രയിച്ചും മാത്രമേ ഇപ്രകാരമുള്ളൊരു ജീവിതം സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ.